പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഗ്രാമം എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ താമസ സ്ഥലമായ മണ്ണുത്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് നീന ഡേവീസ്. ഞാൻ മണ്ണുത്തിയിൽ വെട്ടിക്കൽ എന്ന ദേശത്ത് താമസിക്കുന്നു. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറു പട്ടണമാണ് മണ്ണുത്തി. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ് മണ്ണുത്തി സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അധികാര പരിധിയിലാണ് മണ്ണുത്തി വരുന്നത്. മണ്ണുത്തിയെ കേരളത്തിലെമ്പാടും അറിയപ്പെടുന്നത് വെറ്റിനറി കോളേജിൻ്റെ പേരിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ ആദ്യത്തെ വെറ്റിനറി കോളേജ് മണ്ണുത്തിയിലാണ് സ്ഥാപിതമായത്. മറ്റനേകം സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും മണ്ണുത്തിയെ പ്രശസ്തമാക്കുന്നുണ്ട്. പ്രത്യേകമായും കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള അനേകം സ്ഥാപനങ്ങൾ. ഏകദേശം 21ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ വിവിധ വിഷയങ്ങളിലായി ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി കർഷകരിലേക്ക് നൂതന അറിവുകൾ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മണ്ണുത്തിയിലെ ഗവേഷണശാലകളിലാണ് അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിന് ഏറ്റവും അനുയോജ്യമായ ഗ്രാമലക്ഷ്മി, അതുല്യ എന്നീ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. വെറ്റിനറി കോളേജിൻ്റെ ക്യാമ്പസിൽ തന്നെ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോളേജും പ്രവർത്തിച്ചു വരുന്നു. നാടൻ പശുവിനമായ വെച്ചൂരിൻ്റെ സംരക്ഷണത്തിൽ മണ്ണുത്തി വെറ്റിനറി കോളേജ് ഡോക്ടർ ശോശാമ്മ അയ്യപ്പിൻ്റെ കീഴിൽ നടത്തിയ പരിശ്രമങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. ഇവിടെയുള്ള ഫാമുകൾ കർഷകരിലേക്ക് നൂതന അറിവുകൾ എത്തിക്കുന്നതിനും ഇവിടെ പഠിക്കുന്ന വെറ്റിനറി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനും വളരെയധികം സഹായിക്കുന്നു. ഇവിടെ പശു, എരുമ, ആട്, പന്നി, വിവിധ ഇനം കോഴിവർഗ്ഗങ്ങൾ ഇവയെല്ലാം ശാസ്ത്രീയമായി വളർത്തപ്പെടുന്നു. വിവിധ ഫാമുകളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന പാല് സംസ്കരിച്ച് വിവിധ പാലുൽപ്പന്നങ്ങളായി വിവിധ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുന്നുമുണ്ട്. പാസ്ചറൈസ് ചെയ്ത പാല് പാക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു ആധുനിക അറവുശാലയും വെറ്റിനറി കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. വെറ്റിനറി പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ആയിരത്തി 1955 സർക്കാർ സ്ഥാപനമായി ഒരു വെറ്റിനറി കോളേജ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ സ്ഥാപിതമായത്. ഇനിയും ഏറെ പറയാൻ ബാക്കിയുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങൾ വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ തന്നെയുണ്ട്.
മണ്ണുത്തിയിലുള്ള മറ്റു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് സ്റ്റേറ്റ് സീഡ് ഫാം, കൃഷി വിജ്ഞാന കേന്ദ്രം, കൃഷിഭവൻ, ആറ്റിക് അഥവാ അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്റർ എന്നിവ. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിപണന കേന്ദ്രം വഴി ധാരാളം വിത്തിനങ്ങളും പഴം, പച്ചക്കറി ചെടികളുടെ നടീൽ വസ്തുക്കളും ലഭ്യമാക്കി വരുന്നു. ധാരാളം നഴ്സറികൾ ഈ മണ്ണുത്തി പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗമായി ഇതിനെ കാണാവുന്നത്. മൈക്രോ ഫിനാൻസ് രംഗത്തെ ധനകാര്യ സ്ഥാപനമായ ഇസാഫ് ആരംഭിച്ചത് മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിലവിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഡോൺ ബോസ്കോ സ്കൂള്, VVS, ഹോളി ഫാമിലി, CMS സ്കൂൾ എന്നിവ. സലേഷ്യൻ വൈദികരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡോൺ ബോസ്കോ കോളേജും മണ്ണുത്തിയുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ കിലയുടെ ഒരു സബ് ഓഫീസായി പ്രവർത്തിക്കുന്ന കില ഫോർ ഗുഡ് ഗവേർണൻസ് മണ്ണുത്തിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ സ്ഥാപനത്തിൽ വിവിധ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും പരിശീലനങ്ങൾ നൽകി വരുന്നു. മണ്ണുത്തിയുടെ ഇടവക ദേവാലയമാണ് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച്. മനോഹരമായൊരു ആകാശക്കാഴ്ച. മണ്ണുത്തിയിലെ പോലീസ് സ്റ്റേഷനുമുണ്ട് ഒരു പ്രത്യേകത. മാതൃകാ പോലീസ് സ്റ്റേഷനായി അവാർഡ് ലഭിച്ചിട്ടുള്ള ഒന്നാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ. മണ്ണുത്തിയുടെ ഹൃദയഭാഗത്ത് തന്നെയായി മത്സ്യമാംസ മാർക്കറ്റുകളും നമുക്ക് ലഭ്യമാണ്. മണ്ണുത്തിയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്കി നിങ്ങൾ വന്നു കാണൂ. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.